ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ക്ലാസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ത്രോട്ട് പ്രോബ്ലം ഒക്കെ ആയതുകൊണ്ട് വോയിസ് ടെസ്റ്റിലായിരുന്നു. അതുകൊണ്ട് ക്ലാസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് കുറഞ്ഞ ദിവസം കൂടെ ഉള്ളൂ അല്ലേ. ഇനി നമുക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നോക്കട്ടെ. 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നോക്കാം. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ആദ്യത്തെ ചാപ്റ്റർ ആണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കുന്നത്. ലോകത്തിന്റെ നെറുകയിൽ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇന്ത്യൻ ഭൂപ്രകൃതിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ചാപ്റ്ററുകളാണ് കേട്ടോ ഇതൊക്കെ. എക്സാമിന് മുന്നേ ആയിട്ട് ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താണ് ക്ലാസ് മിസ്സാക്കാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാനും മറക്കരുതേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ലോകത്തിന്റെ നെറുകയിൽ. ഇന്ത്യ എന്നതൊരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിന്റെ നാടാണ്. ആദിമകാലം മുതൽക്കേ പല വിദൂര ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൽക്കാലത്ത് പല ഘട്ടങ്ങളിലായി പല വഴികളിലൂടെ ഈ നാട്ടിൽ വന്നെത്തുകയും സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധിയായ മനുഷ്യ സമൂഹങ്ങൾ വഴിയുമാണ് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയാത്ത ഈ സാംസ്കാരിക വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത്. അപ്പോൾ ഇന്ത്യ എങ്ങനെയാണ് ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിന്റെ നാടായി മാറിയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആദിമകാലം മുതൽക്ക് തന്നെ എന്താണ് പല വിദൂര ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൽക്കാലത്ത് പല ഘട്ടങ്ങളിലായി പല വഴികളിലൂടെ ഈ നാട്ടിൽ വന്നെത്തുകയും സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധിയായ മനുഷ്യ സമൂഹങ്ങൾ വഴിയുമാണ് നമ്മുടെ ഈ ഒരു രാജ്യം എന്താണ് മിശ്ര ബഹുസ്വര സംസ്കാരത്തിന്റെ ഭാഗമായത്. അതായത് എന്താണ് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയാത്ത എന്താണ് സാംസ്കാരിക വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത്. ഭാഷയിലും വേഷഭൂഷാദികൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, കൃഷി എന്നിങ്ങനെ നിരവധി രംഗങ്ങളിൽ ഈ ഒരു വൈവിധ്യം പ്രകടമാണ്. അപ്പോൾ ഇങ്ങനെ പല വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. അപ്പോൾ ഒന്നാമത്തത് ഉത്തരപർവ്വത മേഖലയാണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ഇന്ത്യയുടെ ഭൗതിക ഭൂപടം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു ബ്രൗൺ കളറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കണ്ടില്ലേ? അതായത് ജമ്മു കാശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെ നീണ്ടുകിടക്കുന്ന ഈ ഒരു ബ്രൗൺ കളറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ് ഉത്തരപർവ്വത മേഖല. ഇന്ത്യയുടെ തൊട്ടു മുകളിലായി നമുക്ക് പാമീർ പർവ്വതക്കെട്ട് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടാണ് കേട്ടോ ഇത്. എന്താണ് ലോകത്തിന്റെ മേൽക്കൂര എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ, കിഴക്ക് ഭാഗത്ത് പൂർവാചൽ എന്നാണ് പറയുന്നത്, നമുക്ക് മുന്നോട്ട് പഠിക്കാനുണ്ട്. അപ്പൊ പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണെന്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല. അപ്പോൾ എവിടാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് വടക്കു കിഴക്കൻ അതിരാണ് കേട്ടോ. വടക്കു കിഴക്കൻ അതിരാണ് ഉത്തരപർവ്വത മേഖല. ഇനി താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ ഒരു പർവ്വത നിരകൾ. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് കേട്ടോ. ഇതൊക്കെ പ്രസ്താവനയായിട്ട് ചോദിക്കട്ടോ. അപ്പോൾ ഉത്തരപർവ്വത മേഖലയിൽ എങ്ങനെയാണ്? താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായിട്ടുള്ള പർവ്വത നിരകളാണുള്ളത്. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണിവ. അപ്പൊ ശിലാപാളികൾക്ക് വലനം സംഭവിച്ചാണ് ഇത് രൂപപ്പെട്ടിട്ടുള്ളത്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശിലാപർവ്വതങ്ങൾക്ക് എന്താണ്? ശിലാപാളികൾക്ക് വലനം സംഭവിച്ചിട്ടാണ് ഈ ഒരു ഉത്തരപർവ്വത മേഖലയിലുള്ള പർവ്വതങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട്. അതുപോലെ എന്താണ് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുമുണ്ട് ഈ ഒരു ഉത്തരപർവ്വത മേഖലയ്ക്ക്. ഇനി ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത്.
ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തിരിക്കാം. ഒന്നാമത്തത് ട്രാൻസ് ഹിമാലയം, രണ്ടാമത്തത് ഹിമാലയം, മൂന്നാമത്തത് എന്താണ് കിഴക്കൻ കുന്നുകൾ. ഈ കിഴക്കൻ കുന്നുകൾക്കാട്ടോ പൂർവാഞ്ചൽ എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരപർവ്വത നിരയുടെ നീളത്ര പറഞ്ഞിട്ടുള്ളത് 2400 കിലോമീറ്റർ നീളവും 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുമാണ് ഉള്ളത്. അതുപോലെ തന്നെ എന്താണ് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് മടക്കു പർവ്വതങ്ങൾ അല്ലെങ്കിൽ ഫോൾഡ് മൗണ്ടെയ്ൻസ്. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ എന്നാണ് ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ്. അപ്പോൾ ഹിമാലയവും അതുപോലെ ആൽപ്സും ഒക്കെ എന്താണ് മടക്കുപർവ്വതങ്ങളാണ് കേട്ടോ. ഇതെന്താണ് വലനം എന്ന ഒരു പ്രക്രിയയിലൂടെയാണ് രൂപപ്പെടുന്നത്. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നതാണിത് വലനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം വലനം എന്ന പ്രക്രിയയിലൂടെയാണെന്ത് ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വത നിരകളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പം മടക്കു പർവ്വതങ്ങളാണ് കേട്ടോ ഹിമാലയവും ആൽപ്സും ഒക്കെ. ഇനി നമുക്ക് ഈ ഒരു മാപ്പ് നോക്കാം. ഈ ഒരു മാപ്പിൽ എന്താണ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ട്രാൻസ് ഹിമാലയം ഏതാണ്? റെഡ് കളറിൽ ലൈൻ 3 ലൈൻ ഇവിടെ കൊടുത്തിട്ടില്ലേ? ഇത് ട്രാൻസ് ഹിമാലയത്തിൽ പെടുന്ന കേട്ടോ. പിന്നെ എന്താണ് ഈ ഒരു വയലറ്റ് കളറിലാണ് ഹിമാലയത്തെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ എന്താണ് ഗ്രീൻ കളറിലാണ് കിഴക്കൻ കുന്നുകൾ അഥവാ പൂർവാഞ്ചൽ. അപ്പോൾ എന്താണ് ട്രാൻസ് ഹിമാലയത്തിൽ പിന്നെ എന്താ പറയുക പ്രധാനമായിട്ടും 3 പർവ്വത നിരകളാണ് കൊടുത്തിട്ടുള്ളത്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഏതൊക്കെയാണ്? കാരക്കോറം നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലേ? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇത് സമാന്തരമായിട്ടാണ് അല്ലേ ഇവിടെ നിലകൊള്ളുന്നത്. ഇനി നമുക്ക് എന്താണ് ഹിമാലയാണ് ഇവിടെ എന്ത് കൊടുത്തിട്ടുള്ളത്? ഈ ഒരു വയലറ്റ് കളറിൽ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഹിമാലയത്തിൽ നമുക്ക് 3 പർവ്വത നിരകൾ സമാന്തരമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ഹിമാദ്രി. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇതിനൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഈ ഒരു മാപ്പ് നോക്കിയിട്ട് എന്താണ് കാര്യങ്ങൾക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് പർവ്വത നിരകൾ, ഏതൊക്കെയാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇനി അടുത്തത് ഏതാണ്? കിഴക്കൻ കുന്നുകൾ അല്ലെങ്കിൽ പൂർവാഞ്ചലിലെ. പൂർവാഞ്ചൽ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്? മീസോ കുന്നുകൾ, നാഗാ കുന്നുകൾ ഉണ്ട്. അതുപോലെ പട്കായ്, ബൂം, ഗാസി, ഗാരോ, ജയന്തിയ. ഇതൊക്കെ നമുക്ക് എന്താണ് പൂർവാഞ്ചലിലാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഏതാണ്? ട്രാൻസ് ഹിമാലയത്തിൽ പ്രധാനമായിട്ടും 3 പർവ്വത നിരകളാണുള്ളത്. ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇനി ഹിമാലയത്തിൽ ഏതാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. പിന്നെന്താണ്? കിഴക്കൻ കുന്നുകൾ അഥവാ പൂർവാഞ്ചൽ ഏതൊക്കെയാണ്? പട്കായ്, ബൂം ഉണ്ട്. അതുപോലെ നാഗാ കുന്നുകൾ, മീസോ കുന്നുകൾ, ഗാസി, ഗാരോ, ജയന്തിയ. ഇനി ഇവിടെ ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകളും അവയുടെ സ്ഥാനവും നമുക്ക് മനസ്സിലായില്ലേ? ഇതിൽ ഏറ്റവും വടക്കു കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഏറ്റവും മുകളിലായിട്ടാണ് ട്രാൻസ് ഹിമാലയം ഉള്ളത് അല്ലേ? അതിന് ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? ട്രാൻസ് ഹിമാലയമാണ് കേട്ടോ. നോട്ട് ചെയ്യണേ അറിയാത്തവർ. അതുപോലെ ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമാണുള്ളത്. അപ്പോൾ എന്താണ് 3000 മീറ്റർ ഉയരാണെന്ത് ട്രാൻസ് ഹിമാലയത്തിനുള്ളത്. അല്ലെങ്കിൽ ടിബറ്റൻ ഹിമാലയത്തിന് എത്രയാണ്? 3000 മീറ്റർ ഉയരാണുള്ളത്. പിന്നെന്താണ് 40 കിലോമീറ്റർ വീതിയാണുള്ളത്. അതുപോലെ 965 കിലോമീറ്റർ നീളവുമുണ്ട്. ഇനി കാരക്കോറം നിര എന്താണ്? ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ടല്ലേ? പാമീർ പർവ്വതക്കെട്ട് ഇന്ത്യയുടെ തൊട്ട് മുകളിലായിട്ട് എന്താണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ആ ഒരു പാമീർ പർവ്വതക്കെട്ട് എന്താണ്? കാരക്കോറം നിര. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന പർവ്വത നിരയാണ് കാരക്കോറം നിര. അതെന്താണ്? ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ ഈ ഒരു പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. ഇനി ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വത നിരകൾ കണ്ടില്ലേ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവയാണ് ഈ സമാന്തര പർവ്വത നിരകൾ. ഇവ 3ഉം ചേർന്നതാണ് എന്ത്? ഹിമാലയം. അപ്പം ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ടാണ് എന്ത് പിന്നെ ഹിമാലയം കാണപ്പെടുന്നത് അല്ലേ?
ഇതിലുള്ള 3 പർവ്വതനിരകളാണ്, അതായത് കിഴക്കോട്ട് വ്യാപിച്ച 3 സമാന്തര പർവ്വതനിരകളാണ് ഇത് ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും. ഇവ 3 ചേർന്നതാണ് ഇത് ഹിമാലയം. ഇനി ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? സിവാലിക് ആണ് അല്ലേ. ഏറ്റവും മുകളിലായിട്ട് ഹിമാദ്രി, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഹിമാചൽ, പിന്നെ സിവാലിക്. അപ്പം സിവാലിക് ആണ് ഏറ്റവും തെക്കായിട്ട് കാണപ്പെടുന്നത്. ഇതിനെന്താണ് സിവാലിക് നിരക്ക് ഏകദേശം എന്താണ് 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് വീതിയുള്ളത്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം, അതായത് ഏറ്റവും തെക്കായിട്ടുള്ള ഭാഗമാണ് അല്ലേ, അതുകൊണ്ട് എന്താണ് ഔട്ടർ ഹിമാലയം എന്നാണിത് ഈ ഒരു സിവാലിക് പർവ്വതനിര അറിയപ്പെടുന്നത്. ഔട്ടർ ഹിമാലയം. ഇതിൻ്റെ വീതി എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയാണ് സിവാലിക് നിരയ്ക്കുള്ളത്. ഔട്ടർ ഹിമാലയ ഏതാണ്? സിവാലിക് ആണ് കേട്ടോ. സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണെന്ത്? ഹിമാചൽ. അപ്പം സിവാലിക് ഏറ്റവും തെക്കാണ് നമ്മൾ പറഞ്ഞു. അതിന് തൊട്ട് മുകളിലായിട്ടുള്ളതാണെന്ത്? ഹിമാചൽ. പിന്നെന്താണ് അതിനെത്രയാണ്? 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുണ്ട് കേട്ടോ ഈ ഒരു ഹിമാചൽ പർവ്വതനിരക്ക്. ലെസർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ നിരക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പോൾ ഈ ഒരു പർവ്വതനിര എന്താണ്? ലെസർ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. ഔട്ടർ ഹിമാലയം സിവാലിക്ക നമ്മൾ പഠിച്ചു. അപ്പോൾ ലെസർ ഹിമാലയമാണെന്ത്? ഹിമാചൽ. അതിനെത്രയാണ്? 3500 മുതൽ 4500 മീറ്റർ വരെ എന്താണ് ശരാശരി ഉയരമുണ്ട്. മീറ്ററാണ് കേട്ടോ. ഈ ഒരു നിരക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പോൾ കിലോമീറ്ററിലാണ് വീതി പറയുന്നത്. 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരവുമുണ്ട് ഈ ഒരു ഹിമാചൽ പർവ്വതനിരക്ക്. അപ്പോൾ സിവാലിക്കിൻ്റെ വടക്ക് കേട്ടോ. സിവാലിക്കാണ് ഏറ്റവും തെക്കുള്ളത്. അതിന് തൊട്ട് മുകളിലുള്ളതാണ് ഹിമാചൽ. അപ്പോൾ സിവാലിക്ക് ഔട്ടർ ഹിമാലയ ആണ്. എന്ത്? ഹിമാചൽ എന്താണ്? ലെസർ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. അപ്പോൾ എന്താണ്? ഗ്രേറ്റർ ഏറ്റവും വടക്കായിട്ടാണല്ലേ ഹിമാദ്രി ഉള്ളത്. അതിന് ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇത് നമുക്ക് എന്താണ് ഒരു മലനിരകളായിട്ട് സങ്കല്പിച്ചാൽ മതി കേട്ടോ. ഈ 3 പർവ്വതനിരകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഏറ്റവും മുകളിലായിട്ടുള്ളത് ഹിമാദ്രിയാണ്. അതാണിത് ഏറ്റവും ഉള്ളിലായിട്ടുള്ളത്, അതായത് ഇന്നർ ഹിമാലയം. ഗ്രേറ്റർ ഹിമാലയം ഏറ്റവും വലുതായതുകൊണ്ട് ഗ്രേറ്റർ ഹിമാലയം, ഉള്ളിലായതുകൊണ്ട് ഇന്നർ ഹിമാലയം എന്നും ആലോചിക്കാം. അതിന് തൊട്ട് താഴായിട്ട് ഹിമാചലാണ്. ഹിമാചൽ എന്താണ്? ലെസർ ഹിമാലയം എന്നാണ് കേട്ടോ ഹിമാചൽ അറിയപ്പെടുന്നത്. പിന്നെന്താണ്? അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണിത് സിവാലിക് ഉള്ളത്. സിവാലിക്കാണ് ഏറ്റവും തൊട്ട് തെക്ക് ഭാഗത്തുള്ളത്, ഏറ്റവും താഴെയായിട്ടുള്ളത്. അതിന് നമ്മൾ ഔട്ടർ ഹിമാലയം, പുറത്താണെന്നുകൊണ്ട് ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ് കേട്ടോ. ഇതിന് ഉയരത്താണ് 6100 മീറ്ററിന് മുകളിൽ ഉയരമുണ്ട് കേട്ടോ. 6100 മീറ്ററിന് മുകളിൽ ഉയരണ്ട്. പിന്നെന്താണ്? വീതി എന്താണ്? 25 കിലോമീറ്റർ ആണ് ഇതിൻ്റെ വീതി ഉള്ളത്. 25 കിലോമീറ്റർ. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണുന്നത് ഈ ഒരു നിരയിലാണ്. അപ്പോൾ അത്രയും ഉയരമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഗ്രേറ്റർ ഹിമാലയം, അതായത് ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികൾ എന്താണ്? ഈ ഒരു പർവ്വത നിരയിലാണ് കാണപ്പെടുന്നത്. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. അപ്പോൾ എത്രയാണ് ഉയരം? 6100 മീറ്ററാണ് കേട്ടോ. 6100 മീറ്റർ ഉയരവും 25 കിലോമീറ്റർ വീതിയുമാണ് ഹിമാദ്രിക്കുള്ളത്. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ബോക്സിലായിട്ട് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ്സ്. എന്താണ് ശിലാമണ്ഡല ഫലകങ്ങൾ അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ്സ്? ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണിത് ശിലാമണ്ഡലം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ജിയോഗ്രഫിയിൽ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ് ഇത്രയും ചേർന്നതാണല്ലേ ഭൂമി. അപ്പോൾ ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണിത് ശിലാമണ്ഡലം. ഇതെന്താണ്?
ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. അതായത് ഓരോ പ്ലേറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ചെറുതും വലുതുമായ കഷ്ണങ്ങളായിട്ടാണ് ഈ ഒരു ശിലാമണ്ഡലം നിലകൊള്ളുന്നത്. ഇതിന് അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുണ്ട് ഈ ഒരു ശിലാമണ്ഡല ഭാഗങ്ങൾക്ക് കേട്ടോ. ഇങ്ങനെയുള്ള ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവന്താണ് വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതാകാം, അല്ലെങ്കിൽ കടൽ ഭാഗം ഉൾക്കൊള്ളുന്നതാവാം, പിന്നെ എന്താണ് വൻകരയും കടലും കൂടി ഉൾക്കൊള്ളുന്നതും ആകാം. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും അതുപോലെ ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുണ്ട് ഈ ഒരു ശിലാമണ്ഡല ഭാഗങ്ങൾക്ക്. ഇങ്ങനെയുള്ള ശിലാമണ്ഡല ഭാഗങ്ങളാണ് ശിലാമണ്ഡല ഫലകങ്ങൾ. അടുത്താണ് ഹിമാലയത്തിൻ്റെ പിറവി. ലോകത്തിലെ ഉയരമേറിയ പർവ്വത നിരകളിലൊന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടായിരിക്കും? ഭൗമശിലാപാളികളുടെ ചലനമാണ് ഇതിന് കാരണം. വൻകരയും സമുദ്രഭാഗവും ചേർന്ന് ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വൻകര നമ്മൾ പറഞ്ഞില്ലേ, വൻകര കരഭാഗം മാത്രം ഉണ്ടാവും, സമുദ്രഭാഗം മാത്രം ഉണ്ടാവും, വൻകരയും സമുദ്രഭാഗവും കൂടി ചേർന്നിട്ടും ഉണ്ടാവും അല്ലേ. അപ്പം ഈ ഒരു ശിലാഫലകങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പം വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. നമ്മൾ ജിയോഗ്രഫി പഠിച്ചിട്ടുണ്ട് അസ്തനോസ്ഫിയർ. അവിടെ എങ്ങനെയാണ് പിന്നെ എന്താണ് ശിലാമണ്ഡലത്തിന് താഴെ ആയിട്ടാണ് ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിലാണ് അവിടെ നിലകൊള്ളുന്നത്. ഈ ഒരു ഭാഗം അസ്തനോസ്ഫിയർ എന്നാണ് പറയുന്നത്. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണിത് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചലനം സംഭവിക്കുന്നതോറും എന്താണ്, ഇതിന് മുകളിലായിട്ടുള്ള പർവ്വത നിരകളുടെ വലിപ്പവും എന്താണ് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അതായത് എന്താണ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം അതാണ്. നമ്മൾ നേരത്തെ ഹിമാലയ പർവ്വത നിര എന്താണ് മടക്കു പർവ്വതമാണെന്ന് പഠിച്ചു അല്ലേ, വലനം മൂലം രൂപപ്പെട്ടതാണെന്ന് പഠിച്ചു. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? പ്രായം കുറവുള്ള പർവ്വത നിരയാണ് പഠിച്ചു. കാരണം എന്താണ്, ഇതിപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്ന് പറഞ്ഞിട്ടുള്ളത്? ഭൗമശിലാപാളികളുടെ ചലനമാണെന്ത് ഇതിന് കാരണം. ഇതൊക്കെ എന്താണ് പ്രസ്താവനയായിട്ട് ചോദിക്കും കേട്ടോ. ഭൗമശിലാപാളികളുടെ ചലനമാണെന്ത് ഈ ഒരു പിന്നെന്താ ഈ പർവ്വതങ്ങളുടെ വലിപ്പം പിന്നെ കൂടാനുള്ള കാരണം. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണിത് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ചലനമാണ് നമ്മുടെ ഹിമാലയ പർവ്വത നിരയുടെ വലിപ്പം പിന്നെ കൂടി വരാനുള്ള കാരണം. ഇങ്ങനെ ഫലകങ്ങൾ ചലിക്കുന്നത് മൂലം പിന്നെന്താണ് ഈ ഒരു ഫലക അതിരുകളിലൊക്കെ പുതിയ പർവ്വതങ്ങളൊക്കെ രൂപപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ. പുതിയ പർവ്വതങ്ങൾ രൂപപ്പെടുമ്പോഴുള്ള പർവ്വതങ്ങൾക്ക് തന്നെ വലിപ്പം കൂടി വരും. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്താണ് ഫലകങ്ങളുടെ ചലനം മൂലമാണ്. 3 തരം ഫലക അതിരുകളാണ് കേട്ടോ ഉള്ളത്. ഏതൊക്കെയാണെന്നും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഏതൊക്കെയാണ്? സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. 3 ഫലക അതിരുകളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണിത് സംയോജക സീമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺവേർജന്റ് മാർജിൻ. അപ്പോൾ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണിത് സംയോജക സീമ. സംയോജക സീമയിൽ ഫലകങ്ങൾ തമ്മിൽ അടുക്കുകയാണ് ചെയ്യുന്നത്. വിയോജക സീമ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡൈവേർജന്റ് മാർജിനിൽ എന്താണ് ഫലകങ്ങൾ തമ്മിൽ അകലുകയാണ് ചെയ്യുന്നത്. ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളാണിത് വിയോജക സീമയിലുള്ളത്. ഛേദക സീമ എന്താണ്? ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകളാണ് ഛേദക സീമ എന്ന് പറഞ്ഞാൽ. ഛേദക സീമ എന്താണ്? ട്രാൻസ്ഫോം മാർജിന് ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകളാണിത് ഛേദക സീമ. അപ്പം സംയോജക സീമയിൽ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ്. വിയോജക സീമ ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളാണ്. ഛേദക സീമ എന്താണ്? ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകളാണ്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്.
നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, സമ്മർദ്ദ ഫലമായിട്ട് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അപ്പം വലനത്തിന് കാരണമാണ് ഈ ഒരു മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് പഠിച്ചു. അപ്പം സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങൾ സമ്മർദ്ദ ഫലമായിട്ട് ഇങ്ങനെ അടുക്കുകയാണല്ലേ ചെയ്യുന്നത്. അപ്പം സമ്മർദ്ദ ഫലമായിട്ട് എന്താണ് വലനം സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വതങ്ങളാണിത് മടക്കു പർവ്വതങ്ങൾ. അപ്പോൾ സംയോജക സീമയിൽ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണുള്ളത്. ഇങ്ങനെ അടുക്കുമ്പോൾ എന്താണ് മണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ശിലാപാളികൾക്ക് വലനം സംഭവിക്കും അല്ലേ. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വത നിരകളാണിത് മടക്കു പർവ്വതങ്ങൾ സംയോജക സീമകളിലാട്ടോ. ഈ ഒരു വലനം സംഭവിക്കുന്നത് സംയോജക സീമകളിലാണ്. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് എന്താണ് വടക്കോട്ട് നീങ്ങി യൂറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെഥീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടത്. അപ്പം എന്താണ് ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് എന്താണ് വടക്കോട്ട് നീങ്ങിലെ ഉത്തരാർദ്ധഗോളത്തിലേക്ക് വന്നു. യൂറേഷ്യൻ ഫലകത്തിന് അടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെഥീസ് സമുദ്രം, ഏതാണ് ടെഥീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടത്. അപ്പോൾ ഇന്ത്യൻ ഫലകത്തിനെയും യൂറേഷ്യൻ ഫലകത്തിനെയും ഇടയ്ക്കുള്ള നദി ഏതാണ്? ടെഥീസ് നദിയാണ്. ഈ രണ്ട് ഫലകങ്ങളും അടുത്ത് വന്നപ്പോൾ ആ ഒരു സമ്മർദ്ദ ഫലമായിട്ട് എന്താണ് ടെഥീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. ഇപ്പോഴും എന്താണ് ഈ ഒരു രണ്ട് ഫലകങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഹിമാലയ പർവ്വതനിരയുടെ വലിപ്പം പിന്നെയും കൂടിക്കൂടി വരുന്നത്. ഇനി ഇവിടെ ഗിരികന്ധരങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ലേ, രണ്ട് മലനിരകളുടെ ഇടയിലൂടെ എന്താണ് ചെറിയൊരു നദി ഒഴുകി വരുന്നത് നമുക്ക് കാണാം അല്ലേ. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. എന്താണ് ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണെന്ന് ഗിരികന്ധരങ്ങൾ. ഇവിടെ ഹിമാലയ നിരക്ക് കുറുകെയുള്ള ഒരു ഗിരികന്ധരത്തിന് ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വത നിരക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പം സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ എന്താണ് അപരദനത്തിന്, ഈ ഒരു നദികളുടെ അപരദനത്തിൻ്റെ ഫലമായിട്ടാണെന്ത് ഈ ഒരു ഹിമാലയ പർവ്വത നിരക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പം ഗിരികന്ധരങ്ങൾ എന്ന് പറഞ്ഞാൽ ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ്. ഹിമാലയ പർവ്വത നിരക്ക് കുറുകെയുള്ള ഗിരികന്ധരം എന്താണ് സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികളുടെ അപരദന ഫലമായിട്ട് രൂപപ്പെട്ടിട്ടുള്ളതാണ്. ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളും. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വത നിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ ഗിരികന്ധരങ്ങൾ നിർമ്മിച്ചുകൊണ്ടൊഴുകുന്നു. പർവ്വത നിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ നമ്മൾ പറഞ്ഞില്ലേ, സിന്ധു, ഗംഗ ഒക്കെ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ്. ഈ ഒരു പർവ്വത നിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ അല്ലെങ്കിൽ ഗിരികന്ധരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പർവ്വത നിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നത്. അപ്പോൾ പർവ്വത നിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനമാക്കിയിട്ട് എന്താണ് ഹിമാലയത്തെ പ്രാദേശികമായിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതാണ് ഉത്തര പർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രാൻസ് ഹിമാലയം കഴിഞ്ഞു, ഹിമാലയത്തെ പറ്റിയാണ് പറയുന്നത്. ഹിമാലയത്തെ പ്രാദേശികമായിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ്? അതിലൂടെ ഒഴുകുന്ന പർവ്വത നിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനമാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിലെന്താണ് ഈ ഒരു ഗ്രീൻ കളറിൽ കാണിക്കുന്നതാണ് പടിഞ്ഞാറൻ ഹിമാലയം, പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് അല്ലേ. ഇപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയം. പിന്നെ എന്താണ് യെല്ലോ കളറിലുള്ളത് മധ്യ ഹിമാലയമാണ്. പിന്നെ എന്താണ് ഇവിടെ ഒരു ഗ്രേ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് കിഴക്കൻ ഹിമാലയം, പൂർവാചൽ അല്ലേ. പൂർവാചൽ ഭാഗത്തേക്കാണ് കിഴക്കൻ ഹിമാലയം വരുന്നത്.
അപ്പോൾ ഗ്രീൻ കളറിലുള്ളത് ഏതാണ്? പടിഞ്ഞാറൻ ഹിമാലയമാണ്. യെല്ലോ കളറിലുള്ളതാണ് മധ്യ ഹിമാലയം. പിന്നെ എന്താണ്? ഗ്രേ കളറിൽ കാണിച്ചാണ് കിഴക്കൻ ഹിമാലയം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ ട്രാൻസ് ഹിമാലയ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയ ഏതായിരുന്നു? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. പിന്നെ എന്താണ്? കിഴക്കൻ ഹിമാലയം കിഴക്കൻ കുന്നുകൾ അല്ലെങ്കിൽ പൂർവാഞ്ചൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നാഗാ കുന്നുകൾ, ബീസ കുന്നുകൾ, പട്കായ് ബൂം, അതുപോലെ ഗാസി, ഗാരോ, ജയന്തി ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് നദികളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു വേർതിരിവാണ് അല്ലേ? അപ്പോൾ എന്താണ്? പടിഞ്ഞാറൻ ഹിമാലയത്തിൽ ഏതാണ്? സിന്ധു കാളി നദിയാണ് പടിഞ്ഞാറൻ ഹിമാലയത്തിനെ വേർതിരിക്കുന്നത്. പിന്നെ ഹിമാലയങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് സിന്ധു കാളി നദികളാണ് പടിഞ്ഞാറൻ ഹിമാലയത്തിനെ വേർതിരിക്കുന്നത്. മധ്യ ഹിമാലയം കാളി ടീസ്റ്റ നദിയാണ്. ഇനി എന്താണ്? കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയിലായിട്ടാണ് മധ്യ ഹിമാലയം ഉള്ളത്. കിഴക്കൻ ഹിമാലയം ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രക്കും ഇടയിലാട്ടോ. പടിഞ്ഞാറൻ ഹിമാലയം എന്താണ്? സിന്ധുവിനും കാളിക്കും ഇടയിലാണ്. മധ്യ ഹിമാലയം കാളി ടീസ്റ്റ, കിഴക്കൻ ഹിമാലയം ടീസ്റ്റ, ബ്രഹ്മപുത്ര. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു കാളി, എന്താണ്? മധ്യ ഹിമാലയം കാളി ടീസ്റ്റ, കിഴക്കൻ ഹിമാലയം ടീസ്റ്റ, ബ്രഹ്മപുത്ര നദി. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി, നമ്മൾ പറഞ്ഞു അല്ലേ? സിന്ധു നദിന്റെ കാളി നദിന്റെ ഇടയിലാണത്. ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി, അതായത് ഗാഗ്ര നദിയുടെ പോഷക നദിയാണ് കാളി നദി. അപ്പോൾ ഈ ഒരു കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലകളായി തിരിക്കാം. അപ്പോൾ ഇനി ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. ഈ ഒരു പിന്നെന്താണ്? പടിഞ്ഞാറൻ ഹിമാലയത്തെ എന്തൊക്കെയാണ്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ കാളി നദി ഇതാണ് ഗാഗ്ര നദിയുടെ പോഷക നദിയാണ് കേട്ടോ കാളി നദി. അപ്പോൾ വടക്ക് സിന്ധു നദി, ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ എന്താണ്? പിന്നെയും 3ആയിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. ഈ കാശ്മീർ ഹിമാലയം നോക്കാം. കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. അപ്പോൾ ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്താണ് ഈ കാശ്മീർ ഹിമാലയം ഉള്ളത്. ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്താട്ടോ. 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും അതുപോലെ 500 കിലോമീറ്റർ വീതിയുമുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് എവിടാണ്? ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്താട്ടോ കാശ്മീർ ഹിമാലയം ഉള്ളത്. അപ്പോൾ ഇത് പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഏതൊക്കെയാണ്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. കാശ്മീർ ഹിമാലയയാണ് ജമ്മു കാശ്മീരിലും ലഡാക്ക് പ്രദേശത്തായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളാണിത്. കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചാൽ തുടങ്ങിയവ. അപ്പം മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, സസ്കർ, ലഡാക്ക്. നമ്മൾ പറഞ്ഞില്ലേ കാരക്കോറം, ലഡാക്ക്, സസ്കർ ഒക്കെ എന്താണ്? ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന അല്ലേ? അപ്പോൾ കാശ്മീർ ഹിമാലയം ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളാണിത് കാരക്കോറം, ലഡാക്ക്, സസ്കർ, അതുപോലെ പീർ പഞ്ചാൽ എന്നിവ. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടി ഏതാണ്? മൗണ്ട് കേറ്റു ആണ്. മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ 8. അപ്പോൾ ഇതിൻ്റെ എത്രയാണ് ഉയരം പറഞ്ഞിട്ടുള്ളത്? 8611 മീറ്റർ ആണ് കേട്ടോ. എത്രയാണ് കറക്റ്റായിട്ട് പഠിച്ചത്? 8611 മീറ്റർ ആണ്. പുതിയ ടെക്സ്റ്റാണ്, പഴയ ടെക്സ്റ്റ് ഇത് മാറ്റം വന്നിട്ടുണ്ട്. അപ്പം എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 8611 മീറ്റർ. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടി കേട്ടോ. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കാരക്കോറം എവിടെയാണ്? ട്രാൻസ് ഹിമാലയത്തിലാണ്. ട്രാൻസ് ഹിമാലയം ഏതിൻ്റെ ഭാഗമാണ്? കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെയാണിത് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറത്തിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്.
ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയാണ് മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോഡ്മിനോസ്റ്റിൻ. ഉയരത്താണ് 8611 മീറ്റർ ആണ് കേട്ടോ, മീറ്റർ. സിയാച്ചിൻ, വോൾട്ടോരോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. സിയാച്ചിൻ ഹിമാനി നമുക്കറിയാം അല്ലേ, ലഡാക്കിലാണ് അല്ലേ, ലഡാക്കിലാണ് കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളായ 2 ഹിമാനികൾ ഏതൊക്കെയാണ്? സിയാച്ചിനും വോൾട്ടോരോ ആട്ടോ, വോൾട്ടോരോ. സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദികളായ രവി, തലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഈ ഹിമാനികളാണ്. അപ്പം സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദികളായ രവി, തലം, ചിനാബ് ഏതൊക്കെയാണ്? പിന്നെ 5 പോഷക നദികളുണ്ട് അല്ലേ പ്രധാനമായിട്ടും. അതിൽ ഏതൊക്കെ? രവി, തലം, ചിനാബ് തുടങ്ങിയവയിൽ എന്താണ് വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നതാണ് ഈ ഹിമാനികളാണ് കേട്ടോ, സിയാച്ചിനും വോൾട്ടോരോ. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്ന പർവ്വതങ്ങളിലെ ചുരങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇതിലൂടെ ഗതാഗതം സാധ്യമാക്കുന്നത്. അപ്പോൾ പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ്. ഇനി പർവ്വത നിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ഈ ഒരു ചുരങ്ങൾ. പീർ പാഞ്ചാൽ പർവ്വതനിരക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. ബനിഹാൽ ചുരം എന്താണ്, എന്തിനാണ് ബന്ധിപ്പിക്കുന്നത്? ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയായിട്ട്, ജമ്മുവിനെ കാശ്മീരുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ബനിഹാൽ ചുരം. ഇതെന്താണ് ഈ ചുരങ്ങൾ എന്താണ്? പർവ്വത നിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ കേട്ടോ. പർവ്വത നിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ. അപ്പോൾ പീർ പഞ്ചാൽ പർവ്വത നിരക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരം ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നു. സിയാച്ചിൻ ഹിമാനി ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്ന് വിശേഷണമുള്ളത് എന്താണ്? സിയാച്ചിൻ ഹിമാനി ആട്ടോ. സിയാച്ചിൻ ഹിമാനി ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ എന്താണ്? ബനിഹാൽ ചുരം ഒന്നുകൂടി നോട്ട് ചെയ്യട്ടോ. നമ്മൾ എന്താണ് ഒരുപാട് ചുരങ്ങളുണ്ട്, പക്ഷേ നമ്മൾ SCERT തന്നത് കൊണ്ട് എന്താണ് ഒന്ന് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. ബനിഹാൽ ചുരം ജമ്മുവിനെയും ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന കേട്ടോ. ബനിഹാൽ ചുരം പീർ പഞ്ചാൽ പർവ്വത നിരക്ക് കുറുകെയാണെന്നുള്ളത്, പീർ പഞ്ചാൽ പർവ്വത നിരക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ കാശ്മീർ ഹിമാലയത്തിലുള്ള പ്രധാനപ്പെട്ട പർവ്വത നിരകൾ ഏതൊക്കെയായിരുന്നു? കാരക്കോറം, ലഡാക്ക്, സസ്കർ, അതുപോലെ പീർ പഞ്ചാൽ. ഈ ഒരു പീർ പഞ്ചാൽ പർവ്വത നിരക്ക് കുറുകെയാണിത് ബനിഹാൽ ചുരമുള്ളത്. അത് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് കേട്ടോ. ഇനി എന്താണ്? ഈ ഒരു കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള ശുദ്ധജല തടാകങ്ങളാണ് പറയുന്നത്. ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണെന്ത്? ദാൽ തടാകം. ഈ തടാകത്തിന്റെ കരയിലാണെന്ത്? ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ദാൽ തടാകത്തിന്റെ കരയിലായിട്ടാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത്. ദാൽ തടാകത്തിന് ഷികാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും, അതായത് എന്താണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ തോണികളിലെ വിപണികളാട്ടോ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? കാശ്മീർ ടൂറിസത്തിൻ്റെ മുഖമുദ്രകളാണ്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ശുദ്ധജല തടാകങ്ങൾ ധാരാളമുണ്ട് ഈ ഒരു കാശ്മീർ ഹിമാലയത്തിൽ. അതിൽ പ്രധാനപ്പെട്ട ഒരു തടാകം ഏതാണ്? ദാൽ തടാകമാണ്. ഈ ഒരു തടാകത്തിന് കരയിലാണിത് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ശ്രീനഗർ പട്ടണം കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണ്. ദാൽ തടാകത്തിൽ ഷികാര തോണികളുണ്ട് കേട്ടോ. ഷികാര തോണികൾ കാണപ്പെടുന്ന തടാകം ഏതാണ്? ദാൽ തടാകം. അതുപോലെ വേറെ എന്താണുള്ളത്? ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ, തോണികളിലെ വിപണികളാണിത് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ. ഇതൊക്കെ എന്താണ്? കാശ്മീർ ടൂറിസത്തിൻ്റെ മുഖമുദ്രകളാണ്. അപ്പോൾ ദാൽ തടാകത്തിൽ ഒരു ഷികാര തോണിയുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗുൽമർഗ് എന്താണ് ഈ ഗുൽമർഗ്? അതിനു മുമ്പായിട്ട് 2 ചിത്രങ്ങളാണല്ലേ, വേനൽക്കാലത്തെയും മഞ്ഞുകാലത്തെയും ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. വേനൽക്കാലം എന്താണ്? കാണാൻ നല്ല സുഖമുണ്ട് അല്ലേ, പച്ചപ്പുള്ള, പിന്നെ എന്താണ് സ്വാഭാവികമായിട്ടും ഒരു നമ്മുടെ നാട്ടിലൊക്കെ കാണും പോലുള്ള ഒരു ഒരു ഭൂപ്രകൃതിയാണ് വേനൽക്കാലത്ത് എന്ന് പറയുന്നത്. മഞ്ഞുകാലത്ത് എന്താണ്? മഞ്ഞുകട്ടകളാണല്ലേ ഇവിടെ ഉള്ളത്. ഒരു ഹിമാനി പോലെ രൂപപ്പെടുന്നതാണ് ഇത് മഞ്ഞുകാലത്ത്. ഇനി എന്താണ് ഈ മർഗുകൾ? പർവ്വത ചെരുവുകൾ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് കേട്ടോ മർഗുകൾ. പർവ്വതത്തിൻ്റെ ചെരുവുകളിൽ എന്താണ്?
വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മറുകുകൾ. ഇനി ശൈത്യകാലം ആകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, മഞ്ഞു മൂടപ്പെടുന്ന മറുകുകളിൽ. ഇപ്പം സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായിട്ട് ധാരാളം സഞ്ചാരികൾ എന്താണ് ഇത് ഇവിടെ ആകർഷിച്ചു വരുന്നുണ്ട്. അതുപോലെ സോൺമർഗ്, ഗുൽമർഗ് എന്നിവയൊക്കെ എന്താണ് ഇവയിൽ ചിലതാണ്. അപ്പം എന്താണ് മർഗുകൾ എന്ന് ചോദിച്ചിരുന്നതാണ് പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് കേട്ടോ മർഗുകൾ. പ്രധാനപ്പെട്ട മർഗുകൾ ഏതൊക്കെയാണ്? സോൺമർഗ്, ഗുൽമർഗ് എന്നിവയാട്ടോ. ഇനി ഹിമാചൽ ഹിമാലയം, നമ്മളിപ്പോൾ കാശ്മീർ ഹിമാലയം കഴിഞ്ഞു. ഇനി ഹിമാചൽ ഹിമാലയത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഹിമാലയത്തെ മൂന്നായി തിരിച്ചിട്ടുണ്ട്: പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെ എന്താണ് നമ്മൾ പിന്നെ ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്തതാണ് എന്ത്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. അതിൽ കാശ്മീർ ഹിമാലയത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഹിമാചൽ ഹിമാലയം എന്താണ്? പ്രധാനമായിട്ടും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമാണിത് ഹിമാചൽ ഹിമാലയം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണിത് ചിനാബ്, രവി, ബിയാസ് എന്നിവ. അപ്പോൾ പ്രധാനമായിട്ടും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമാണിത് ഹിമാചൽ ഹിമാലയം. ഈ പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ് ഇവിടെയുള്ള? ചിനാബ്, രവി, ബിയാസ്. നമ്മൾ സിന്ധുവിൻ്റെ പോഷക നദികളാണ് ചിനാബ്, രവി, ബിയാസ് എന്നിവ. ഇതാണ് ഈ ഒരു ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികൾ. ഏതൊക്കെയാണ്? ചിനാബ്, രവി, ബിയാസ്. ഈ പ്രദേശത്തെ പർവ്വത നിരകളാണിത് ധൗളധാർ, പീർപഞ്ചൽ എന്നിവ. പീർപഞ്ചൽ നമ്മൾ കാശ്മീർ ഹിമാലയത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏതാണ്? ഹിമാചൽ ഹിമാലയത്തിലും കാണപ്പെടുന്ന ഇതിൻ്റെ ഭാഗമാണ്. ഈ പ്രദേശത്തെ പർവ്വതനിരകൾ ധൗളധാറും പീർപഞ്ചാൽ എന്നിവയാണ്. പർവ്വത ഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങളുണ്ട്. ചന്ദ്രതാൽ, സൂരജ്താൽ എന്നിവ ഇവയിൽ ചിലതാണ്. അപ്പോൾ ഹിമാചൽ ഹിമാലയത്തിലുള്ള തടാകങ്ങൾ ഏതൊക്കെയാണ്? ശുദ്ധജല തടാകങ്ങൾ ചന്ദ്രതാൽ, സൂരജ്താൽ എന്നിവ കേട്ടോ. ചന്ദ്രതാൽ, സൂരജ്താൽ ഒക്കെ അതാണ് ഹിമാചൽ ഹിമാലയത്തിൽ കാണപ്പെടുന്ന. കാശ്മീർ ഹിമാലയത്തിൽ നമ്മൾ ശുദ്ധജല തടാകം നമ്മൾ നോക്കിയത് ദാൽ തടാകം അല്ലേ. അപ്പം ഹിമാചലിലേക്ക് എത്തുമ്പോൾ ചന്ദ്രതാലും സൂരജ്താലും. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലാച്ചാല ചുരം. ബാരാലാച്ചാല ചുരം എന്താണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന കേട്ടോ. അപ്പോൾ അത് ഹിമാചൽ ഹിമാലയത്തിലാണ് ബാരാലാച്ച ചുരം ഉള്ളത്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ്. അതുപോലെ കുളു തായ്വരെ, ലഹുൽ സ്പിതി എന്നീ തായ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവും എന്താണ്? ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളാണ്. അപ്പം എന്താണ്? റോഹ്താങ് ചുരം എന്താണ്? കുളു തായ്വരയെ ലാഹുൽ സ്പിതി എന്നീ തായ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന കേട്ടോ. അപ്പം 2 ചുരങ്ങളാണ് പ്രധാനമായിട്ടും ഹിമാചൽ ഹിമാലയത്തിലുള്ളത്. ഏതൊക്കെയാണ്? ബാരാലാച്ചാല ചുരവും റോഹ്താങ് ചുരവും. ബാരാലാച്ചാല ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ റോഹ്താങ് ചുരം എന്താണ്? കുളു തായ്വരയെ ലാഹുൽ സ്പിതി എന്നീ തായ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന കുളു തായ്വരയെ ലാഹുൽ സ്പിതി എന്നീ തായ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹ്താങ് ചുരം. 2 ചുരങ്ങൾ ഏതൊക്കെയാണ്? ബാരാലാച്ചാലയും അതുപോലെ റോഹ്താങ് ചുരവുമാണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ഹിമാലയത്തിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്? ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ്. പിന്നെ നദികൾ ഏതൊക്കെയാണ്? ചിനാബ്, രവി, ബിയാസ്. പിന്നെ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട പർവ്വത നിരകൾ ധൗളധാറും പീർപഞ്ചലുമാണ്. പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങൾ ഏതാണ്? ചന്ദ്രതാലും സൂരജ്താലുമാണ്. അതുപോലെ എന്താണ്? പിന്നെ 2 ചുരങ്ങളാണ് പ്രധാനപ്പെട്ട ബാരാലാച്ചാലയും അതുപോലെ റോഹ്താങ് ചുരവും. ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചിത്രം ഏതാണ്? ചന്ദ്രതാൽ തടാകത്തിന്റെ ചിത്രാട്ടോ. രണ്ടാമത്തേത് റോഹ്താങ് ചുരവും. കുളു തായ്വരയെ ലാഹുൽ സ്പിതി തായ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് എന്ത്? നമ്മൾ പഠിച്ചപ്പോൾ റോഹ്താങ് ചുരം അല്ലേ. അപ്പോൾ കുളു, കാംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ തായ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ചുടുനീരറിവുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കുളു, കാംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ തായ്വരകളും അതുപോലെ സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവയൊക്കെ എന്താണ്? ഹിമാചൽ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇതൊക്കെ എന്താണ്? വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ഇവിടെ ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ എന്താണ്? ചൂട് നീരുറവകളും കാണുമ്പോണ്ടോ. നമ്മൾ മണികരൻ എന്നൊക്കെ പറഞ്ഞ ചൂട് നീരുറവകളാണ്. ഇതെന്താണ്? ഈ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നത്. ഇനി ചൂട് നീരുറവകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നാണ്. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു.
പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിൽ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ എന്താണ് ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായെത്തുന്നതാണ് ചൂടുനീരുറവകൾ എന്ന് പറഞ്ഞാൽ. അപ്പം എന്താണ്, മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നുണ്ട്. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ എന്താണ് ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾക്ക് ചൂട് പിടിക്കുന്നുണ്ട്. ഈ ശിലകൾ എന്താണ് ഭൂഗർഭജലത്തെ, അതായത് മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ ഒരു ഭൂഗർഭജലത്തെ ചൂടാക്കുന്നു ഈ ഒരു ചൂട് പിടിച്ച ശിലാപാളികൾ. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായെത്തുന്നതാണ് ചൂടുനീരുറവകൾ. ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചൂടുനീരുറവകൾ കാണാം. ഉദാഹരണം നുബ്ര, തായ്വര, മണികരൺ, ഗിർഗംഗ. ഇതൊക്കെ എന്താണ് ചൂടുനീരുറവകളാണ് കേട്ടോ. നുബ്രയിലും മണികരൺ അതുപോലെ ഗിർഗംഗയൊക്കെ. ചൂടുനീരുറവകളിൽ നിന്ന് ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഹിമാചൽ പ്രദേശിലെ മണികരൺ ചൂടുനീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം മണികരൺ എന്താണ് ഹിമാചൽ പ്രദേശിലാണ് മണികരൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എന്താണ് ചൂട് നീരുറവ ഉള്ളത്. ഈ ഒരു നീരുറവയിൽ നിന്ന് എന്താണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. കാരണം ഇത് ഇപ്പം തന്നെ കുറച്ച് ലോങ് ആയി. ഇതിന് ബാക്കി ഞാൻ വേറൊരു പാർട്ടാക്കിയിട്ട് കേട്ടോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.